അന്തരീക്ഷം. ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പ് അന്തരീക്ഷം. ഭൂമിയിലെ താപനില നിലനിർത്തുവാൻ പ്രധാന പങ്ക് വഹിക്കുന്നത് അന്തരീക്ഷം. ഭൂമിയെ ജീവഗൃഹമായി നിലനിർത്തുന്നതിന് മുഖ്യ പങ്ക് വഹിക്കുന്ന വാതകങ്ങൾ ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്. സസ്യങ്ങൾ അവയുടെ വളർച്ചയ്ക്കാവശ്യമായ ഊർജം സംഭരിക്കുന്ന പ്രക്രിയ പ്രകാശ സംശ്ലേഷണം. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ ആഗിരണം ചെയ്യുന്ന വാതകം കാർബൺ ഡയോക്സൈഡ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്ന വാതകം ഓക്സിജൻ. ബാഷ്പീകരണ പ്രക്രിയയിലൂടെ ജലം നീരാവിയായി അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന മേഘരൂപീകരണം നടന്നാണ് മഴയുണ്ടാവുന്നത്. അന്തരീക്ഷത്തിലെ വാതകങ്ങൾ, ജലാംശം, പൊടിപടലങ്ങൾ എന്നിവയെ ഭൂമിയോട് ചേർത്തു നിർത്തുന്നത് ഭൂഗുരുത്വം. ഭൂമിയോട് ചേർന്ന അന്തരീക്ഷ ഭാഗങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഘടകം ജലതന്മാത്രകൾ. ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിൽ അന്തരീക്ഷത്തിലൂടെ ജലാംശത്തിൻ്റെ അളവ് കൂടുതൽ. ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിൽ ബാഷ്പീകരണ തോത് കൂടുതൽ. ഉപരിതല ജലസ്രോതസ്സുകളായ സമുദ്രങ്ങൾ, നദികൾ, മറ്റു ജലാശയങ്ങൾ എന്നിവയിലൂടെ അടുത്തുള്ള അന്തരീക്ഷ ഭാഗങ്ങളിൽ ജലാംശത്തിൻ്റെ അളവ് കൂടുതൽ. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ മേഘരൂപീകരണത്തെ സഹായിക്കുന്നതിനാൽ അവ അറിയപ്പെടുന്നത് ഘനീകരണ മർമ്മം, കണ്ടൻസേഷൻ ന്യൂക്ലിയായി. ആകെ അന്തരീക്ഷവായുവിൻ്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 29 കിലോമീറ്റർ ഉയരം വരെയാണ്. ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറയുന്നു. എവറസ്റ്റ് കൊടുമുടി കയറുന്ന പർവ്വതാരോഹകർ ഓക്സിജൻ സിലിണ്ടർ ഒപ്പം കരുതുന്നത് ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നതിനാൽ. പ്രതിവർഷം അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടുന്ന കാർബൺ ഡയോക്സൈഡ് ഏകദേശം അളവ് 6000 മെട്രിക് ടൺ.